2 വർഷമായി തോരാത്ത ഈ അമ്മയുടെ കണ്ണീരിനുള്ള സാന്ത്വനമായിരുന്നു കോടതി വിധി. പക്ഷാഘാതം വന്ന് നടക്കാൻ ബുദ്ധിമുട്ടായിട്ടും ഷാരോണിന്റെ അച്ഛനും നെയ്യാറ്റിൻകര കോടതിയിലെത്തി. കോടതി വരാന്തയിൽ പ്രതി ഗ്രീഷ്മയെ കണ്ടതോടെ ഇരുവരുടെയും മനം നൊന്ത് കലങ്ങി. ജപമാല കയ്യിൽ പിടിച്ച് പ്രാർത്ഥനയുമായി ഷാരോണിന്റെ അമ്മ വേദന മറക്കാൻ ശ്രമിച്ചു. അച്ഛൻ കണ്ണടച്ചിരുന്ന ദുഃഖം ഉള്ളിലൊതുക്കി. കോടതി നടപടികൾ തുടങ്ങിയപ്പോൾ തന്നെ ന്യായാധിപൻ AM ബഷീർ ഷാരോണിന്റെ കുടുംബത്തെ കോടതിക്കകത്തേക്ക് വിളിപ്പിച്ചു. പ്രത്യേക ഇരിപ്പിടം നൽകി. പ്രതികളെ മാത്രം കണ്ടാൽ പോരെന്ന് പറഞ്ഞു. ഷാരോണിന് നീതി ഉറപ്പായെന്ന ആദ്യ സൂചനയായിരുന്നു അത്. അന്തിമവാദം കേട്ടപ്പോൾ പ്രതിഭാഗം നിരത്തിയ വാദങ്ങളെല്ലാം ഓരോന്നോരോന്നായി പൊളിഞ്ഞു. ഒന്നിൽ കൂടുതൽ തവണ ഷാരോണിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ഗ്രീഷ്മയുടെ തന്ത്രം ചെകുത്താന്റെ മനസ്സുള്ള കൊടും കുറ്റവാളിയുടേതാണെന്ന് കോടതി നിരീക്ഷിച്ചു. അതിവൈകാരികമായിരുന്നു കോടതി മുറിക്കുള്ളിലെ കാഴ്ചകൾ. വിധി പ്രസ്താവം കേട്ട് ഒന്നാം പ്രതി ഗ്രീഷ്മയും ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായരും നിർവികാരതയോടെ കോടതി മുറിക്കുള്ളിലിരുന്നു. വധശിക്ഷ വിധിച്ചതോടെ ഷാരോണിന്റെ കുടുംബം പൊട്ടിക്കരഞ്ഞു. നീതി ലഭിച്ച ആശ്വാസത്തിൽ ഷാരോണിന്റെ മാതാപിതാക്കൾ ന്യായാധിപനെ തൊഴുതു. മരണം മാത്രം മുന്നിൽ കണ്ട അഴിക്കുള്ളിലേക്ക് നടക്കുമ്പോഴും ഗ്രീഷ്മയുടെ മുഖത്ത് കുറ്റബോധമില്ല. സാധാരണഗതിയിൽ ഒരു വിധി പ്രസ്താവം ഉണ്ടായാൽ പോലീസുകാർ അതിനോട് വൈകാരികമായി പ്രതികരിക്കുന്നതൊന്നും നമ്മൾക്ക് അങ്ങനെ കേട്ടുകേൾവിയുള്ള കണ്ടിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷേ ഇന്ന് പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചതോടുകൂടി കുടുംബം പൊട്ടിക്കരഞ്ഞു. അവരെ ചേർത്ത് പിടിച്ച് പോലീസ് ഉദ്യോഗസ്ഥരും ഇപ്പോഴും അവരുമായിട്ടൊരു മുന്നിൽ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്രത്തോളം ഒരു ആത്മബന്ധം ഷാരോണിൻ്റെ അച്ഛനുമായിട്ട് അതുപോലെ തന്നെ ഷിമോണുമായിട്ടൊക്കെ ഉണ്ട്. കൊലപാതകം നടത്തിയ ശേഷം അവസാനം വരെ പിടിച്ചു നിൽക്കാമെന്ന പ്രതിയുടെ കൗശലം തകർത്ത കേരള പോലീസിനെയും കോടതി അഭിനന്ദിച്ചു. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഷാരോണിന്റെ അമ്മയും അച്ഛനും ഇടയ്ക്ക് ശരീരം തളർന്ന് വീണിരുന്നു. കരുത്തോടെ അവരെ താങ്ങി തണലാകുന്നത് ഷാരോണിന്റെ പ്രിയപ്പെട്ടവൻ ഷിമോൺ. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.